അത് സമൂഹത്തെ നശിപ്പിക്കുന്നതല്ലേ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ. അപ്പോൾ ഈ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് തന്നെയായതുകൊണ്ട് ഈ ആദ്യകാലങ്ങളിൽ ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഈ സാധനം ഒരു തറ നിലവാരത്തിലുള്ള ആളുകൾ വലിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പോൾ അത് 84 മറ്റാണെന്ന് തോന്നുന്നു, NDPS ആക്ട് വന്നതോടുകൂടി അതൊരു VIP ചരക്കായി മാറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതും കൂടെ ചേർത്ത് ഒരു ഉത്തരം പറഞ്ഞ് തിരക്കിടില്ല. ഇതൊരു എളുപ്പം പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല. ഞാനൊന്ന് ശ്രമിക്കാം. എനിക്ക് മനസ്സിലായ രീതിയും മനുഷ്യരുടെ സ്വഭാവവും ലോകത്തിനെ പറ്റിയുള്ളൊരു അറിവും കൊണ്ട് പറയാവുന്ന അത്രയും ഞാൻ പറയാം. ഈ നമ്മൾ ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ് ഇന്നിപ്പം നിരോധിച്ചിരിക്കുന്ന ഈ ലോകം ഉണ്ടായത് 1960കളിലാണ്. അമേരിക്കയിലാണ് അത് അങ്ങനെ ഉണ്ടായത്. അതിനു മുമ്പ് 2 രാജ്യത്ത് മാത്രം കുറച്ച് നാൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നിരോധിച്ചിട്ടുണ്ട്. അത് ഒരു രാജ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തായ്ലൻഡിൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് ചൈനക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്തിട്ട് ഒന്നും തന്നെയും നമ്മൾ ഈ പറയുന്ന പോലെ വിജയിച്ചിട്ടുള്ള ഒരു സ്ഥലമൊന്നും. ഏറ്റവും കൂടുതൽ നീണ്ടകാലം മയക്കുമരുന്ന് എന്ന് പറയുമ്പം നമ്മളെപ്പോഴും എഴുതാറുള്ളത് മദ്യവും മയക്കുമരുന്നും. മദ്യം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നല്ല എന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്ന രീതിയിലാണ് അത് എഴുതുന്നതും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്നിനെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്? അഡിക്ഷൻ, ആസക്തി ഉണ്ടാക്കാൻ, അതിൽ നിന്ന് മോചിക്കാൻ എളുപ്പമല്ലാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ മയക്കുമരുന്നെന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എടുക്കുമ്പോൾ ആസക്തി ഉളവാക്കുന്ന വസ്തു എന്നുള്ള നിലവാരത്തിലെടുത്താൽ 4ാമത്തെ സ്ഥാനം വരും മദ്യത്തിൽ. പക്ഷെ മദ്യവും മയക്കുമരുന്നെന്ന് നമ്മൾ പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം ഈ ചരിത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മദ്യം മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എല്ലാ നാട്ടിലും എല്ലാ ഗോത്രവും അവരുടെ ഉത്സവം ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് വളരെ പൂജിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും അന്നത്തെ ദിവസം ഉപയോഗിക്കുന്ന തരത്തിലാണ് ആൾക്കാരത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. സോമരസം എന്നായിരുന്നു നമ്മുടെ നാട്ടിൽ മദ്യത്തിന് പറഞ്ഞത്. അത്തരത്തിലുള്ള കഞ്ചാവിൻ്റെ പേര് ശിവമൂലി എന്ന്, ശിവൻ്റെ സാധനമായിട്ടാണ് വെച്ചിരുന്നത്. അതിൻ്റെ ഇരട്ടപ്പേര് സ്വാമി എന്നായിരുന്നു. സ്വാമിമാരെല്ലാം ഉപയോഗിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിന്നിരുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. മദ്യം യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായി നിരോധിച്ചിരുന്നത് അമേരിക്കയിലാണ്. 1920 തൊട്ട് 32 33 അതുകൊണ്ട് 12 13 വർഷം അവർ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ മദ്യം നിരോധിച്ചത് നമുക്ക് ഇപ്പം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകത്തില്ല. അത്രയും എന്താണ് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം എന്നൊക്കെ എടുക്കുന്ന രാജ്യത്താണ് ഇത് നിരോധിച്ചിരുന്നതെന്ന് ഓർക്കണം. നിരോധിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം? കടലിലെ ഇൻ്റർനാഷണൽ വാട്ടർ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് നമ്മുടെ കരയിൽ നിന്ന് 3 മൈൽ അപ്പുറം, അന്നത്തെ കണക്കാണ്. അപ്പോൾ അത് കിലോമീറ്റർ ആണെങ്കിൽ 5 6 കിലോമീറ്റർ ആയിരിക്കും. ഇൻ്റർനാഷണൽ വാട്ടറാണ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കടലാണ്. അവിടെ വലിയ കപ്പലുകൾ ഉണ്ടാക്കി അതിനകത്ത് മദ്യം വാറ്റി അവിടെ കാസിനോ നമ്മുടെ ചൂത് കളിക്കുന്ന സാധനമോ എല്ലാം കൂടെ അവിടെ ആക്കി ഇവിടുത്തെ ജനങ്ങളെല്ലാം വള്ളത്തെ കയറി അന്തർദേശീയ കടലിൽ പോയി കഴിക്കും. എന്നിട്ട് അവിടെ നിന്ന് വള്ളത്തിലേക്ക് കഴിക്കുന്നതിന് കേസ് എടുക്കാൻ ഒക്കത്തില്ല, കാരണം അവർ ഒറ്റയ്ക്ക് കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് വളരെ വ്യാപകമായി ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇന്ന് പറയുന്ന മഫിയ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായത് ഇറ്റലിയിൽ നിന്ന് വന്ന കുടിയേറിയ ആൾക്കാർ
അവർ പെട്ടെന്ന് ഈ സാധനം വിറ്റാൽ കാശുണ്ടാക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. മദ്യമാണ് വിൽക്കുന്നവരോട് പ്രധാന സാധനം. ആ നിലവാരത്തിലുള്ള ഓർഗനൈസ്ഡ് ക്രൈം എന്ന് നമ്മൾ പറയുന്നതാണ് ഉണ്ടായത്. ദരിദ്രനായ ഒരാൾ പെട്ടെന്ന് പണം ഉണ്ടാകണമെന്ന് ആലോചിച്ചാൽ രഹസ്യമായി നിരോധിച്ച സാധനം എത്തിച്ചാൽ പെട്ടെന്ന് കാശ് കിട്ടും. കാരണം നിരോധിച്ച എല്ലാത്തിനും വില കൂടും എന്നുള്ളത്, പ്രത്യേകിച്ചും ആസക്തിയുള്ള ആളുകൾ കണിശമായിട്ട് അത് വാങ്ങിച്ചിരിക്കും എന്നുള്ളതിനും സംശയരഹിതമായിട്ടുള്ളത്. അപ്പോൾ വ്യാപകമായി വിൽക്കാൻ തുടങ്ങി. മദ്യത്തിൻ്റെ കാര്യം വന്നപ്പോൾ അത് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, രണ്ട് കലവും വെച്ച് എല്ലാ കാട്ടിലും എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നൊരു സാധനം മാത്രമാണ്. എല്ലാ വീട്ടിലും മദ്യം മാറ്റാൻ തുടങ്ങി. അതുവരെ നമ്മുടെ നാട്ടിലെ പോലെ പുരുഷന്മാർ കുടിക്കുന്നതും സ്ത്രീകൾ കുടിക്കാത്തതുമായ സംസ്കാരം തന്നെയായിരുന്നു അമേരിക്കയിലുണ്ടായിരുന്നു. പക്ഷെ നിരോധിച്ചു കഴിഞ്ഞ സമയത്ത് എല്ലാവരും വീട്ടിൽ മാറ്റാൻ തുടങ്ങിയവിടെ സകലരും കുടിക്കുന്നവരായി മാറി. അങ്ങനെ വീടുകളിൽ മുഴുവൻ കുടിക്കുന്നവരായി. അടുത്തതെന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ക്രൈമായിട്ട് എന്ന് പറഞ്ഞാൽ സംഘങ്ങൾക്ക് മാത്രം വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഇത് മാറിയതോടെ തോക്ക് ഉപയോഗിക്കുന്നവർ, മറ്റേ ആണെങ്കിൽ വൈൽഡ് വെസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ കയ്യേറുന്ന മറ്റേ അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്ന അവരെ കൊല്ലാനായിട്ട് തോക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് മാത്രമായിരുന്നു തോക്ക് അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. ബാക്കിയുള്ള സമൂഹത്തിലുള്ള മുഴുവൻ സ്ഥലത്തും തോക്ക് ഉപയോഗിക്കുന്നവരായി മാറി. കാരണം എല്ലാവർക്കും വേണം, രഹസ്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നവരല്ലേ. 13 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ദ്രോഹം കാരണം അത് പിൻവലിക്കുകയാണ്. പക്ഷെ അമേരിക്ക മദ്യം കഴിക്കുന്നവരായിട്ട് തുടരുന്നു എന്നുള്ളതും ഈ സകല ക്രൈമും ഉള്ള രാജ്യമായി മാറുക എന്നുള്ളതാണ് സംഭവിച്ചത്. ഇന്ന് നമ്മൾ ഈ പറയുന്ന മഫിയ എന്ന് പറയുന്ന ആ അധോ ലോകം എന്നുള്ള വാക്ക് ഇത് മുഴുവൻ അവിടെ നിന്നുണ്ടായതാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിനെ ക്രിമിനലൈസ് ചെയ്യാനായിട്ട് ഈ നിരോധനം വരും. ഇത് ഇവിടെ AK ആന്റണി ഇരുന്ന സമയത്ത് ചാരായം നിരോധിച്ചപ്പോൾ ഞാൻ ഈ വിഷയം വളരെ വിശദമായിട്ട് എഴുതി. നിങ്ങളിത് നിരോധിക്കരുത്, നിയന്ത്രണങ്ങളെ പാടുള്ളൂ, നിരോധിക്കരുത്. നിരോധിച്ചാൽ ഒരു സമൂഹം ക്രിമിനലൈസ് ചെയ്യപ്പെടും. ഇത് ഞാൻ ഈ തെളിവുകൾ മുഴുവനും വെച്ച് ഓരോ രാജ്യത്ത് ഇത് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതി അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം കണ്ട് വായിച്ചു. അവിടെ എനിക്ക് തോന്നി ഞാൻ പോയി കഴിയുമ്പോൾ ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ടാവും. എന്തായാലും അവിടെ വെച്ച് അത് തീർന്നു. ഞാൻ അന്ന് എഴുതിയ കത്ത് എല്ലാ പത്രക്കാരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അന്നത്തെ കാര്യമാണ്. അന്ന് ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തിനെ ക്രിമിനലൈസ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഇത്രയും വ്യാപകമായി ഇത് കൊടുക്കുന്നത് കാര്യമുണ്ട്. നിരോധിച്ച സാധനത്തിന് വില കൂടുമ്പോൾ വാങ്ങുന്നവർക്ക് കാശ് വരാതെ വരും. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? വാങ്ങുന്ന ആൾ വിൽക്കുന്ന ആളായി മാറും. കാരണം ഇതിന് വാങ്ങാനുള്ള കാശ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരും വിൽക്കും. വിൽക്കുമ്പം ഇതുവരെ മേടിക്കാത്തവരെ വരെ നമുക്ക് അറിഞ്ഞൂടെ, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരയ്ക്കകത്ത് വന്ന് മുട്ടിക്കേറി മേടിപ്പിക്കാൻ ശ്രമിക്കത്തില്ലേ? അതാണ് പിന്നെ സംഭവിക്കുന്നത്. എവിടെ നിന്നാലും ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന രീതി കണ്ടിട്ടില്ലേ? എന്ത് പറഞ്ഞിട്ടെങ്കിലും കാല് വയ്യ, എനിക്ക് വയ്യ എന്നുള്ള കാര്യമെങ്കിലും പറഞ്ഞ് നമ്മളെ പിടിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. വില കൂടിയതും നിരോധിക്കപ്പെട്ടതുമായത് രഹസ്യമായി ശക്തമായ രീതിയിൽ വിൽക്കപ്പെടും എന്നുള്ളത് മാത്രമേ സംഭവിക്കൂ. മദ്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മദ്യം മയക്കുമരുന്നാണ്. അതെന്തുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നുമായി മാറിയത്? അമേരിക്കയിലെ ഈ നേരത്തെ പറഞ്ഞ നിരോധനമെല്ലാം കഴിഞ്ഞ് ആളുകൾ വ്യാപകമായി മദ്യം വളരെ വ്യവസായമായി മാറിയപ്പോൾ അതെല്ലാവരും ഉപയോഗിക്കുന്നവരായി. 2 സാധനമാണെന്ന് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. ഒന്ന് സിഗരറ്റ്, മറ്റൊന്ന് മദ്യം. സിഗരറ്റിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സകല മാസികയിലും ഏറ്റവും വലിയ പരസ്യമായിരുന്നു. മാത്രമല്ല സിഗരറ്റ് വലിക്കുന്നത് വഴി ക്യാൻസർ വരുമെന്ന്
ഏതാണ്ട് 1960കളിൽ തന്നെ അറിയാവുന്നതായിരുന്നു. ആ 60കളിൽ അറിയുന്ന സമയത്ത് അവിടുത്തെ അമേരിക്കൻസ് ആരോഗ്യത്തിൻ്റെ മേധാവിയായിട്ടിരുന്ന ആൾ 20 വർഷമാണ് അയാൾ ഇരുന്നത്. ആ 20 വർഷവും ഈ സിഗരറ്റ് ലോബി എന്ന് പറയും, സിഗരറ്റ് വിൽക്കുന്നവരുടെ കാശ് വാങ്ങി ഇതിനൊരു കുഴപ്പവും ഇല്ലെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. 20 വർഷമാണ്. അതിനുശേഷമാണ് ഇത് അയാൾ ചത്ത്, ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി മരിച്ചു മാറിയപ്പോഴാണ് അത് ഇത് ഇങ്ങനെ പഴയതുപോലെ നമ്മളിങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിക്കും. ഈ 2 ഇൻസിഡൻറ്റ്, മദ്യവും ഈ സിഗരറ്റ് എന്ന് പറയുന്നത് നിക്കോട്ടിനാണ്. അഡിക്ഷൻ്റെ സ്ഥലത്ത് എടുത്താൽ 6ാമത്തെ സ്ഥലത്ത് വരും. നിങ്ങളിത് എൻ്റെ ഗ്രേഡൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങളിതൊക്കെ ഇപ്പോൾ ഞാനീ പറയുമ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് നോക്കി നിങ്ങളിത് അതിൻ്റെ ഈ ആസക്തി ഉളവാക്കുന്ന യുക്തിക്കകത്ത് നിങ്ങളിതൊക്കെ എവിടെയാണ് വരുന്നതെന്ന് കാണാൻ പറ്റും. ഇന്ന് മദ്യം ഇവിടെ കൊടുക്കുന്നുണ്ട്, സിഗരറ്റും കൊടുക്കുന്നുണ്ട്. സിഗരറ്റ് എൻ്റെ കുട്ടിക്കാലത്തായിരുന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും പണമുള്ള വീട്ടുകാർ ഒരു ടിന്നുമായിട്ട് നടന്നിട്ട് തന്നെയായിരുന്നു സിഗരറ്റ് വലിക്കുന്നത്. വയസ്സായ മുഴുവൻ പേരും ചെല്ലപ്പെട്ടിയുള്ളവരായിരുന്നു. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ കാണാൻ പോകുന്നത് പുകയില മേടിച്ച് നമ്മളിങ്ങനെ ഒരു നീണ്ട അങ്ങനെയായിരുന്നു പുകയില, അതിങ്ങനെ പിടിച്ചോണ്ട് പോകും, അത് അവിടെ കൊണ്ടുപോയി കൊടുക്കും. അമ്മൂമ്മമാരെ കാണുക എന്ന് പറഞ്ഞാൽ പുകയില കൊടുക്കുക എന്നായിരുന്നു അർത്ഥം. ഇത് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അന്ന് വായ്ക്കകത്ത് ഇത് മുറുക്കിയതും അതുപോലെ തന്നെ സിഗരറ്റ് വലിച്ചിട്ടും ക്യാൻസർ വരും. അതിന് കവള് വാർപ്പെന്നാണ് പറയും. ക്യാൻസർ ഇല്ല, അന്നൊന്നും ക്യാൻസർ ഇല്ല. വയറിനകത്ത് ക്യാൻസർ വരും, അത് മഹോദരം, വലിയ വയർ വീർത്ത് വന്ന് മരിക്കും. നമുക്ക് ഇന്ന് ഈ പറയുന്ന രോഗമൊന്നും അന്നില്ല, പക്ഷെ അന്നുള്ള രോഗമൊക്കെ ഇങ്ങനെയാണ്. മലയാളികളെല്ലാവരും കുഴഞ്ഞു വീണ് മരിക്കുമായിരുന്നു, മാടനടിച്ചു മരിക്കുമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആർക്കും ഇല്ലായിരുന്നു. കാരണം കുഴഞ്ഞു വീണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിഞ്ഞു. ഇപ്പോഴും എഴുതും പത്രത്തിനകത്തൊക്കെ, കുഴഞ്ഞു, അങ്ങനെ ഒരു ലോകമില്ല ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായി മരിക്കുന്നത്. അതിൻ്റെ ഇങ്ങനെ വിയർത്തൊക്കെ വരും, കുഴഞ്ഞ്. ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞ് ചത്തോണ്ടിരുന്നവരാണ് ഈ നമ്മളെല്ലാം. ഈ മുഴുവൻ ആളുകളും, ഈ വല്യമ്മമാർ മുഴുവനും കവള് വാർപ്പ് വന്ന് ഇവിടെ ഇങ്ങനെ ധാരം വരും. വായിക്കാത്ത ക്യാൻസർ വരുന്നതാണ്, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന്, ബ്രസ്റ്റിന് മുഴുവൻ ക്യാൻസർ വരും. അതെല്ലാം അന്നത്തെ വേറെ വാക്കുകളാണെന്നുള്ളതാണ് ആർക്കും. മാത്രമല്ല പ്രായമായവർ 100 വയസ്സ് വരെ ആയിരുന്നു പണ്ട് ജീവിച്ചിരുന്നതെന്നാണ്. ആ 100 വയസ്സായ ആളിൻ്റെ മക്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതെല്ലാം ചത്തുപോയി, കൊച്ചുമക്കൾ അതും ചത്തുപോയി. പക്ഷെ ഒരു ചാകാതിരുന്ന ഒരാളുടെ കഥ പറയും. പക്ഷേ വെറുതെ നോക്കിയാൽ പോരെ, ഷഷ്ടിപൂർത്തി ആഘോഷം എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ എനിക്കൊന്ന് 80% ഷഷ്ടിപൂർത്തി കഴിഞ്ഞ പാർട്ടികളാണ്. മിണ്ടില്ല. 80 ഒന്ന് ഘോഷിക്കും. 70 വേണമെങ്കിൽ ഇങ്ങനെ തട്ടിപ്പോകുന്ന വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും. പക്ഷെ 60 മിണ്ടുന്ന പ്രശ്നമേ ഇല്ല. അല്ലാതെ നമ്മളീ പറയുന്ന പോലെ ഈ പണ്ടുള്ളവരെല്ലാവരും അങ്ങനെ നീണ്ട് ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പം വല്ലപ്പോഴും ജനിതകമായ കഴിവ് കൊണ്ട് ഭാഗ്യം കൊണ്ടൊക്കെ ഉണ്ടായ 1-2 പേരാ ഉള്ളത്. ഇതിപ്പം എനിക്കിങ്ങനെ നോക്കിയാൽ ഇതിനകത്തുനിന്ന് തൂത്ത് മാറ്റിയെടുത്ത 20 പേര് കാണും 60-ന് താഴെ ഉള്ളത്. ബാക്കി മുഴുവനും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാർട്ടികളാണ് ഈ ഇരിക്കുന്ന മുഴുവനും. ഞാനില്ലെന്നല്ല, ഞാനും സഹിതമായി പറയുന്നു. അതുകൊണ്ട് ഇത്രയും വയസ്സന്മാരുണ്ടായിരുന്ന ഒരു കാലവും പണ്ടില്ല. ഇത് നമ്മളറിയണം. ഷഷ്ടിപൂർത്തി ആഘോഷിച്ചിരുന്ന എന്തിനാണെന്ന് പറയണം. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കാതാണ്. ഞാൻ ഇതൊക്കെ എന്തിനാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ഭാവവും മട്ടുമൊക്കെ കണ്ടാൽ ഇതൊന്നും ഇവിടെ ഉപയോഗിക്കാതെ ഇപ്പം കുറച്ച് പിള്ളേർ വഷളായി എന്നുള്ളതാണ്. വഷളായ പിള്ളേർ കാരണം അവരെ മുഴുവനും ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമുക്കാണെന്നുണ്ടെങ്കിൽ സ്വാമിമാരായിരുന്നവർ മുഴുവൻ നമുക്കറിയാവുന്ന എല്ലാ സ്വാമിയും ഇതിനകത്ത് പുകയ്ക്കാത്ത പരമഹംസൻ എന്നൊക്കെ പറഞ്ഞ പുക മാത്രമായിരുന്നു. അത് കാരണം കൊണ്ടായിരുന്നു ഇവരുടെ ഡാൻസൊക്കെ ചെയ്യും.
അദ്ദേഹത്തിന് ദൈവം ഇങ്ങനെ വന്ന് ഇളകി കഴിഞ്ഞ ഡാൻസും ഒക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. 38ാമത്തെ വയസ്സിൽ തട്ടിപ്പോയ വിദ്വാനാണ് ഈ വിവേകാനന്ദൻ. പക്ഷേ യോഗാഭ്യാസത്തിനെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന പുസ്തകം വായിച്ചാൽ നമ്മളിങ്ങനെ എന്തൊരു ജീവിതമായിരിക്കുമെന്ന് വിചാരിക്കും. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ നാരായണഗുരുവിനേക്കാളും മൂക്കും. കറക്റ്റായിട്ട് ഒരു എല്ലാം കൃത്യമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് നാരായണഗുരു. പക്ഷേ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ എന്നേക്കാൾ ഇളയതാവും. നാരായണഗുരുവിൻ്റെ അവസാനത്തെ പടങ്ങളൊക്കെ കണ്ടാൽ നമുക്കിങ്ങനെ അറിഞ്ഞൂടെ എന്തൊരു വയസ്സനായിരിക്കുന്നതെന്ന് തോന്നിപ്പോത്തില്ലേ? അത്ര ലളിതമായി മനസ്സിലാക്കണം. അങ്ങനൊന്നും അല്ലായിരുന്നു ഈ നമ്മുടെ ഈ പഴയതുപോലെ. പണ്ടൊക്കെ എല്ലാവരും ഇവിടെ മെച്ചപ്പെട്ടിരിക്കുകയായിരുന്നെന്നും ഇപ്പം കുറച്ച് പേർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്നുള്ള പറയുന്നത് ഒന്നും ശരിയല്ല. ഇത് ഞാനീ പറയുന്നത് നമ്മുടെ ഒരു പെർസെപ്ഷൻ ഉണ്ട് ഈ ലോകത്തിനെ പറ്റിയും ജീവനെയും പറ്റിയും ജീവിതത്തിനെ പറ്റിയൊക്കെ. അപ്പോൾ നമുക്ക് അമേരിക്കയിലോട്ട് വീണ്ടും പോകണം. എന്തിനാന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ നിരോധിക്കുന്ന സകല സാധനവും ഉണ്ടായത് അമേരിക്കയിലെ യുവജനങ്ങൾ വിയറ്റ്നാം യുദ്ധത്തിന് പോകത്തില്ല, മേക്ക് ലവ് നോട്ട് വാർ എന്ന് നമ്മളിപ്പോൾ ഇവിടുത്തെ വടക്കേ ഇന്ത്യ കിടന്ന് എല്ലാവരും കൂടെ ഇപ്പോൾ കിടന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കുക, വടക്കേ ഇന്ത്യയിൽ ഇവിടെയും കിടന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്വാന്മാരെ പോലെ ഒരു 8-9 വർഷമാണ് ആ വിയറ്റ്നാമിലെ സകല യുവാക്കളെയും കൊണ്ടുപോയി കുരുതി കൊടുക്കുകയാണ് ചെയ്തത്. അമേരിക്ക തോറ്റുപോയ ഒരു യുദ്ധമാണെന്ന് ഓർക്കണം. നമ്മുടെ മട്ട് കണ്ടാൽ തോന്നും കൊച്ചൊരു രാജ്യമായിരുന്നല്ലോ. തോറ്റുപോയതാണ്. പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പോകത്തില്ല എന്ന വാശിയോടെ ആളുകൾ വരും. ഞങ്ങൾ ഇതിനില്ല എന്ന് പ്രഖ്യാപിക്കുകയും മേക്ക് ലവ് നോട്ട് വാർ എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങൾ മുഴുവനും കൂടെ, അപ്പോഴാണ് ബീറ്റിൽസ് എന്ന് പറഞ്ഞ പാട്ടുകാരൊക്കെ ഉണ്ടായി. എല്ലാ സ്ഥലത്തും വലിയ വ്യാപകമായ യുദ്ധവിരുദ്ധമായിട്ടുള്ള ഇതുണ്ടായപ്പോഴാണ് ഇവന്മാരെല്ലാവരും കൂടെ ഈ ഉപയോഗിക്കുന്ന സാധനം ഈ മയക്കുമരുന്നാണെന്ന് കണ്ടുപിടിച്ചതാണ് നിരോധിച്ചത്. പക്ഷെ മയക്കുമരുന്ന് നിരോധിക്കുമ്പോൾ മദ്യവും കൂടെ പോകണം. അപ്പോഴത്തേന് വലിയ വ്യവസായമായി അത് മാറി. അപ്പോൾ ആഠ്യന്മാർ കുടിക്കുന്നതാണ് ഈ മദ്യം. ആഠ്യന്മാരായിരിക്കുന്ന ആൾക്കാർ കുടിക്കുന്നതാണ്. അല്ലാതെ മദ്യം കഴിച്ചിട്ട് അവനവനും കുഴപ്പം വരും, വണ്ടി കൊണ്ടുപോയി ഇടിക്കും, മറ്റുള്ളവനും സകല ഉപദ്രവിക്കും, കാണുന്നിടത്തെല്ലാം ഇടിയും വഴക്കും ഉണ്ടാക്കും. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളതാണ്. പക്ഷെ അതൊരു പാടും ഇല്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നില്ലേ? ഇപ്പം നമ്മൾ ഈ പറയുന്ന ഗവൺമെൻറ്റുകളെല്ലാം കൊടുക്കുന്നില്ലേ? അതെങ്ങനെ കൊടുക്കും? അടുത്തത് സിഗരറ്റ് ക്യാൻസർ വരുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം ഉണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാവർക്കും, എൻ്റെ അമ്മാവൻ ഡോക്ടറായിരുന്നു, അയാളുടെ കയ്യിൽ ഒരു ടിന്നുണ്ട്, 20 എണ്ണമുള്ള ഇതുള്ളതാണ് ടിന്നിനകത്ത്. പ്ലെയേഴ്സ് ഭയങ്കര സ്റ്റൈലാണ്. അത് പിടിച്ചിട്ടിങ്ങനെ വരും. മറ്റേ ഒരു ചെല്ലപ്പെട്ടി കൊണ്ടുവരുന്ന പോലെയാണ് ഇദ്ദേഹം ഈ ടിന്നുമായിട്ട് നടക്കുന്നത്. ഇങ്ങനെ ചെയ്തിരുന്ന ആളുകൾ സിഗരറ്റ് വലിക്കാതിരുന്നാൽ നാണക്കേടായിരുന്നു. പേട്ട് പയ്യന്മാർ മാത്രമേ ഉള്ളൂ വലിക്കാത്ത, ബാക്കി മുഴുവൻ പേരും വലിക്കുന്നവരായിരുന്നു. അതെങ്ങനെയാണ് കുറഞ്ഞത്? ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ കുറവാണ്. അതെങ്ങനെയാണ് നിയന്ത്രിച്ചത്? ഇയാളൊരു സിനിമ എടുത്ത് അവിടെ എഴുതി വയ്ക്കേണ്ടി വരും, ഇത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. സിഗരറ്റിൻ്റെ ഇതിൻ്റെ മുകളിലെല്ലാം പടമൊക്കെ വരച്ച് പറഞ്ഞാണ് ഇന്ന് ഒരു 100-നകത്ത് ഒരു 10 പേരെ ഇന്ന് സിഗരറ്റ് വലിക്കുന്നുള്ളൂ. സുലഭമായി ഇവിടെ ഉണ്ട്. ഞാനീ പറയുമ്പം മാടക്കടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് തിന്നുകളയും എന്നുള്ളതാണല്ലോ സുലഭമായി കഴിഞ്ഞാൽ. ഇവിടുത്തെ സ്ത്രീകൾ എന്താ വലിക്കാത്തതെന്ന് എൻ്റെ ചോദ്യം. ഇവിടെ സുലഭമായി ഉണ്ടല്ലോ, എന്നിട്ടെന്താ വലിക്കാത്തത്? കാരണം അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് വേറെ കഴിവ് കുറവുള്ളതുകൊണ്ടൊന്നുമല്ല, സിഗരറ്റ് വലിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും കിട്ടുന്ന യുക്തിക്കകത്താണെന്നുണ്ടെങ്കിൽ അവർ വലിക്കണമല്ലോ. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ആളുകൾ സിഗരറ്റ് വലിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അതിനെപ്പറ്റി ഇത് ക്യാൻസർ ഉണ്ടാക്കും, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് പറയുന്ന, കാരണം നിങ്ങൾ തന്നെ വലിച്ചാൽ മാത്രമല്ല മറ്റുള്ളവർക്ക് പാസീവായിട്ടുള്ള സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഉണ്ടെന്നുകൊണ്ടും മര്യാദയുള്ള മനുഷ്യരായിരിക്കണമെന്നുണ്ടെങ്കിൽ
അത് ഉപയോഗിക്കരുത്, മാറി വേറെ സ്മോക്കിംഗ് റൂമും ഒക്കെ ഉണ്ടാക്കി. ഇങ്ങനെയാണ് നമ്മളത് നിയന്ത്രിച്ചത്. ഇത്രയാണ് ഞാൻ ഈ പറയുന്നത്. നിയന്ത്രിച്ചാൽ മതി എന്ന് പറയുമ്പം റേഷൻ കടയിൽ കൂടി ഇത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും നിർബന്ധമായിട്ട് തിന്നണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കുറേ പേര്, 100-ൽ ഒരു 20 പേര് കണിശമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നവരായിട്ട് മാറും. അവരുടെ അടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും നിയമം അനുസരിച്ചിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ അല്ലാതെ ഓടിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പോഴാണ് ഒരു CCTV ക്യാമറയും വെച്ച് ഫൈനും ഒക്കെ ചെയ്യേണ്ടത്. നിയമം നിഷേധിക്കുകയും തെറ്റിക്കുകയും ചെയ്യുന്ന കുറച്ച് മനുഷ്യരെപ്പോഴും ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ആ നിലവാരത്തിലുള്ള ശിക്ഷകളുടെ ആവശ്യമുള്ളത്. അല്ലാതെ എല്ലാ ആളുകളും കിട്ടും എന്നുള്ളത് കാരണം കൊണ്ട് ചെയ്യും എന്ന് പറയുന്നതും മര്യാദയില്ലാത്ത പറച്ചില. അപ്പം ഈ മയക്കുമരുന്നെന്ന് പറയുന്നതിനോടുള്ള സമീപന രീതി കൊണ്ടാണ് യൗവനമുള്ളപ്പോൾ എന്താണോ നിഷേധിക്കുന്നത് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവും. ഇതൊക്കെ അറിയാറ്. ഹിമാലയത്തിൻ്റെ മണ്ടയിൽ ആളുകൾ കയറുന്നത് എന്തിനാ? ക്രൈസ് എന്നല്ലേ പറയേണ്ടത്. അത് അങ്ങനെ നിൽക്കുന്ന കണ്ടാൽ നമുക്ക് അതിൻ്റെ മണ്ടയിൽ കയറാൻ തോന്നും. ഇത്രയും ലളിതമാണ്. അല്ലാതെ അതിൻ്റെ മണ്ടയിൽ നെൽകൃഷി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കയറുകാറുണ്ട്. ആടിനെ വളർത്താൻ ഒരു പുല്ല് പോലും കളിക്കത്തില്ല. പക്ഷെ അത് കണ്ടാൽ നമ്മൾ കയറും. ഈ ചലഞ്ച് അനുഭവിക്കുന്ന യൗവനമുള്ള സമയത്ത് എന്താണോ നിഷേധിക്കപ്പെട്ടത് അത് ചെയ്യും. ഇത് നിങ്ങളെല്ലാം യൗവനമുള്ളപ്പോൾ ചെയ്തിട്ടില്ലെന്നൊന്നും എന്നോട് പറയല്ലേ. ഞാനങ്ങ് ഇനി അപ്പുറത്തോട്ടൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും. അതുകൊണ്ട് ഞാൻ അവിടെ വരെ പോകുന്നില്ല. പക്ഷെ ഈ ഇരിക്കുന്ന മുഴുവൻ കള്ളന്മാരാണെന്ന് എനിക്കറിയുന്ന ആളാണ്. ഒരു കാര്യം ഏടെ സംസാരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂരത്തെ ഒരു കല്യാണങ്ങൾക്ക് ചെറുപ്പത്തിൽ പോകുമ്പോൾ കയ്യൊക്കെ കഴുകി വരുമ്പോൾ അവിടെ സിഗരറ്റും പിന്നെ അതുപോലെ തന്നെ പുകയിലയും മുറുക്കാനുള്ളതും ഒക്കെ കൊടുത്തിരുന്നു പണ്ട്. മറ്റേ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ 10-20 വയസ്സ് വരെ ഉള്ളപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ സിഗരറ്റൊന്നും കാണാതായി. അവിടെയാണ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിൻ്റെ ഇടയിലൊരു നിയമമുണ്ടായി, സിഗരറ്റ് പൊതുസ്ഥലത്ത് വെച്ച് വലിക്കരുത് എന്നുള്ളത്. അത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ മൈത്രേനോട് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ മകള് വലുത് 18 വയസ്സായപ്പോൾ അവൾക്ക് എഴുതിയ കത്തിനകത്ത് 2 കാര്യമാണ് ഞാൻ അവളോട് ആവശ്യപ്പെട്ടത്. മദ്യം കഴിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ നീ ചെയ്യുവാണെങ്കിൽ അത് പരസ്യമായി ചെയ്യണം. പക്ഷേ അഭ്യർത്ഥനയാണ്. സിഗരറ്റ് വലിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കും. അതുകൊണ്ട് മദ്യം വേണോ മയക്കുമരുന്ന് സിഗരറ്റ് വേണോ എന്ന് ചോദിച്ചാൽ സിഗരറ്റ് വേണ്ട, മദ്യമേ കഴിക്കാവൂ. പക്ഷെ ഇത് രണ്ടും പരസ്യമായിട്ടേ ചെയ്യാവൂ. കള്ളരാകരുത്, 2 തരത്തിൽ സ്വഭാവമുള്ള മനുഷ്യരാകരുത് എന്നാണ് ഞാൻ അവർക്ക് എഴുതിയത്. പബ്ലിക് സ്പേസിനകത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ വലിക്കാവുന്ന. ഇപ്പോൾ പാടത്ത് മാസ്കും കെട്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഒറ്റയ്ക്കാണ്. അപ്പം മാസ്ക് കെട്ടാൻ പഠിപ്പിച്ച ഒരു സമൂഹമാണ് നമ്മുടെ. അല്ലാതെ ഇതുപോലുള്ള ക്ലോസ്ഡ് സ്ഥലത്താണ് ഈ മാസ്ക് കെട്ടേണ്ടത്. വീട്ടിനകത്ത് മാസ്ക് കെട്ടണം, കാരണം ആളുകൾ ഒന്നിച്ചിരിക്കുന്നിടമാണ്. അതേസമയത്ത് പാടത്ത് ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുമ്പോൾ മാസ്ക് ധരിപ്പിക്കാൻ പോയിട്ടുള്ള ആളുകളെ പോലുള്ള മര്യാദയില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പലതും സംഭവിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്, നിയന്ത്രണങ്ങൾ വേണ്ടെന്നല്ല ഈ പറയുന്നത്. പക്ഷെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് ഒരു മോട്ടോർ സൈക്കിൾ എങ്ങനെയാണ് ലോകത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും അപകടകരമായ ഒരു സാധനമാണ് മോട്ടോർ സൈക്കിൾ. അത് എല്ലാ മക്കൾക്കും മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. കൈയും കാലും ഓടിയാനും സ്വയം ചാകാനും മറ്റുള്ളവരെ കൊല്ലാനും 3 എണ്ണം ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണത്. അതെങ്ങനെ കൊടുക്കും? നിങ്ങളുടെ വീട്ടിലെല്ലാം കറണ്ട് ഉണ്ടല്ലോ, തൊട്ടാൽ അണിശമായിട്ടും ചത്തുപോകുന്നതാണല്ലോ. അവിടെ ആണല്ലോ പിള്ളേരെയൊക്കെ വളർത്തുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഗ്യാസില്ലേ, അതെങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നത്? കുട്ടികളെ അവിടെയൊക്കെ വളർത്തണ്ടേ?
ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ കറണ്ടിൽ 25 വർഷമായി ഞാൻ ഈ കറണ്ടുമായി കഴിയുന്നതാണ്, ഇനിയും തൊട്ടാൽ കുഴപ്പമില്ല, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? എന്ന് തൊട്ടാലും പഠിക്കും അത്. അതിനെ ഒരു കവറിട്ട് പിടിക്കണമെന്ന് പഠിച്ചാൽ മാത്രം മതി, അല്ലാതെ കറണ്ട് ഉപയോഗിക്കാതിരിക്കണമെന്നല്ലല്ലോ പഠിപ്പിക്കുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ മോട്ടോർ സൈക്കിൾ എങ്ങനെ ഓടിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഈ റോഡിലാണെങ്കിൽ 30 കിലോമീറ്ററിലെ, ആ റോഡിലാണെങ്കിൽ 50 കിലോമീറ്ററിലെ, മറ്റേ റോഡിലാണെങ്കിൽ 100 കിലോമീറ്റർ ഓടിക്കാമെന്നുള്ളത് ഓരോ സ്ഥലത്തും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന രീതിയിൽ പഠിപ്പിച്ചാണ് ഗ്ലൗസ് ഇട്ടും ഹെൽമെറ്റ് വെച്ചും വണ്ടിക്കകത്ത് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചും എയർ ബാഗ് മേടിച്ചും ആണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇതിനെയാണ് പരിശീലനമെന്ന് പറയുന്നത്. അറിഞ്ഞ് ചെയ്യുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അവർ ഒരിക്കലും ഇത് പഠിക്കത്തില്ല എന്ന് തീരുമാനിച്ച് അച്ഛൻ കളിക്കുക അമ്മ കളിക്കുന്നത് കൊണ്ടാണ് ഈ മര്യാദഘട്ട സമൂഹം ഉണ്ടാകുന്നത്. നിങ്ങൾ ഇവിടുത്തെ ഈ നിലനിൽക്കുന്ന സ്കൂളിനകത്താണ് കുട്ടികളെ വിടുന്നതെങ്കിൽ അവർ മുഴുവൻ പേരും കഞ്ചാവ് വലിക്കും. കാരണം അത്രയും ശ്വാസം മുട്ടുന്ന സ്കൂളുകളായി ഇത് മുഴുവൻ മാറിയിട്ടുണ്ട്. പ്രേമലേഖനം പിടിക്കുന്ന അധ്യാപകരും ഈ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നവരും വടി ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വടി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞുള്ള ന്യായമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ നിലവാരത്തിലുള്ള സമീപന രീതിക്കകത്തുനിന്ന് നേരത്തെ പറഞ്ഞില്ലേ, എവറസ്റ്റിൻ്റെ മണ്ടേ കയറാനായിട്ട് തോന്നിപ്പോവും. അങ്ങനെ നിന്ന നിയന്ത്രണങ്ങളെന്ന് പറയുന്നതല്ല നിരോധനം, അത് രണ്ട് സമീപന രീതിയാണ്. നിങ്ങൾ ഒരാളെ എക്വിപ്പ് ചെയ്യുക എന്ന് പറയുന്നതും അയാളെ കുഞ്ഞാടാക്കുന്ന പണിയും കൂടെ ചെയ്യുന്നത് ശരിയാകില്ല. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അടിമകളെയും അടിയാളരെയും പ്രജകളെയും ഉണ്ടാക്കുന്ന സാമൂഹിക ഘടനയ്ക്കകത്തുള്ള സമീപന രീതിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെത്താൻ ചെയ്യാനായിട്ട് കഴിയും എന്ന് സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും 60 വയസ്സായവൻ 40 വയസ്സുകാരനെയും 40 വയസ്സുകാരന് 20 വയസ്സുകാരനെ ഇനി 60 വയസ്സുകാരന് 80 വയസ്സുകാരനും ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തിയിട്ടില്ല ഈ പണി. ഇങ്ങനത്തെ വീടുകളും സമൂഹവും നമ്മൾ ഉണ്ടാക്കിയാൽ മുഴുവൻ പേരും രഹസ്യമായി ചെയ്യുന്നവരായി മാറത്തേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ കാണുന്ന വർധനവ്. എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം ഇല്ല, അവധിക്കാലമില്ല, ഇത് രണ്ടും ഇല്ലാത്ത കുട്ടികളുണ്ടായി കഴിഞ്ഞു. അവധിക്കാലം എന്ന് പറയുന്നത് ഇന്ന് ട്യൂഷൻ കാലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോലെ എന്താണ് സാമൂഹികമായ മെച്ചപ്പെട്ടവരെന്നും പുരോഗമനവാദികളെന്ന് പറയുന്നവർ ക്യാമ്പ് വയ്ക്കും. അവധിക്കാലത്ത് മുഴുവൻ എണ്ണത്തിന് വിടത്തില്ല, നന്നാക്കിയേ എടുക്കത്തുള്ളൂ. ക്യാമ്പൊക്കെ വെച്ച് അവസാനം ഈ കുട്ടികൾക്ക് വെറുതെ നടക്കാൻ സമ്മതിക്കത്തില്ല. ക്ലാസ് റൂം കണ്ടാൽ അതേ ക്ലാസ് റൂം പുതിയ രീതിയിലാക്കി അവിടെ പാട്ടെന്ന് പറഞ്ഞാൽ പരിശീലിച്ച് A+ മേടിച്ചില്ലെന്നുണ്ടെങ്കിൽ ചത്തുപോകും. ഡാൻസ് സന്തോഷിക്കാൻ ഡാൻസ് ചെയ്യാനൊക്കത്തില്ല, കാരണം മത്സരത്തിനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. ഫ്ലൂട്ട് വായിക്കുന്നത് മത്സരത്തിനാണ് പഠിപ്പിക്കുന്നത്. മുഴുവൻ മത്സരിപ്പിക്കുന്ന ശ്വാസം മുട്ടുന്ന സമൂഹം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഇത്രയും പേരല്ലയോ വലിക്കുന്നുള്ളതെന്ന് മാത്രം ആലോചിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൂടുമൊന്നും അല്ല, നമ്പറിൽ കൂടും. കരുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ 30 കോടി ജനമേ ഉള്ളൂ. ഇന്നിപ്പോൾ 141 കോടി ജനമുണ്ട്. അത്രയും ജനം എന്ന് പറഞ്ഞാൽ 100 കോടിക്ക് മേളിൽ ജനങ്ങളുള്ളത് കൊണ്ട് നമ്പർ കൂടും, പക്ഷെ ശതമാനം കുറയും. ഇത് മുഴുവൻ നിങ്ങൾ നോക്കിയാൽ അല്ല, നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഇവിടെ അങ്ങ് കൂടുമെന്ന്. ബസ്സിനകത്തൊക്കെ തെള്ളു കൂടും, കാരണം നമ്പർ കൂടുതല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെന്നുള്ള അല്ലാതെ വളരെ കൊള്ളാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ട് പറയും എന്തൊരു കഷ്ടം പിടിച്ച കാലത്താണ് ജീവിക്കുന്നത്, എല്ലാം തകർന്ന് നരിപ്പണമായി മഹാമോശമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറയും. എന്നിട്ട് ഈ പറഞ്ഞാൽ ഇത്രയും വയസ്സന്മാർ ഈ നാട്ടിൽ ജീവനോട് ഇരിക്കുന്നത് തന്നെ അത്ഭുതകരമായി കാണേണ്ട കാലത്താണ് ഇരിക്കുന്നത്. ഒരു അരിയും ഗോതമ്പും സാധനവും എല്ലാം കിട്ടുന്ന എല്ലാ കടയിൽ ചെന്ന് നിറച്ച് സാധനം ഇരിക്കുന്ന ഒരു നാട്ടിലിരുന്നിട്ടാണ് ഈ ദുരിതം പിടിച്ച കാലത്താണ് കഴിയുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിച്ചതുപോലെ ഒരു രാജാവും ജീവിച്ചിട്ടില്ല. അവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ ഫാന്. വെഞ്ചാമരം വീശണം. എപ്പോഴാണ്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വീശിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഉഷ്ണിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞിരുന്ന സ്ഥലത്തൊക്കെ ഇത്രയും സൗകര്യത്തോടെ ഇത്രയും കൊള്ളാവുന്ന ജീവിതം നയിക്കുന്നിടത്താണ്
ഈ നാട് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഈ സമീപന രീതി, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാക്കി അവരെ മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് പകരം അനുസരിപ്പിക്കുന്ന യുക്തിക്കകത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വർധനവെല്ലാം ഉണ്ടാവും. കാരണം അഗ്രസീവായിട്ട് ഇത് വിൽക്കും. വലിക്കുന്നവനെല്ലാവരും തിന്നുന്നവനെല്ലാവരും ഇത് വിൽക്കാതെ അവനിത് മേടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മോഷ്ടിക്കുന്നവരുടെ എണ്ണവും കൂടും. വീട്ടിനകത്തൊക്കെ സകല തരത്തിലുള്ള കള്ളത്തരവും പറഞ്ഞ് അല്ല വേറെ എന്താ വഴി? അതേ സമയത്ത് ഇത് നിരോധനം കളയാങ്കിലുണ്ടല്ലോ, ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിന് 4-1 വില പോലും ഇല്ലാതായിപ്പോൾ. ആദ്യത്തെ 1 മാസം നിങ്ങൾ വിഷമിക്കും, കാരണം ഈ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ക്രെഡിറ്റ് അങ്ങ് പോവും. ഇത് ഞാനിങ്ങനെ രഹസ്യമായി വലിച്ചു എന്നല്ലെങ്കിൽ വലിച്ചു തിന്നു എന്ന് പറയുന്ന ക്രെഡിറ്റിനൊന്നും ഇവിടെ റോഡിൻ്റെ സൈഡിൽ കിട്ടുന്ന സാധനത്തിന് ആർക്കെന്താ വില? എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ മാടക്കടയിലും മേടിക്കാൻ കിട്ടുമായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന കോളേജിൻ്റെ ചുറ്റിനുള്ള എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എല്ലാവരും കഞ്ചാവ് വലിച്ച് അവിടെ കിടക്കുമായിരുന്നു. ആരും കിടന്നിട്ടില്ല, കുറച്ച് പേര് വലിക്കും, അത്രേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് മദ്യം കഴിക്കുന്നതിന് ഈ ആഠ്യത്വം ഉള്ളത് കൊണ്ടല്ലേ ഈ മദ്യം എങ്ങനെയാണ് ഈ നിയന്ത്രണത്തോടെ കൊടുക്കുന്നതെന്ന് പഠിപ്പിച്ചാൽ പോരെ? അത്രയാണ് ഈ പറയുന്നത്. അല്ലാതെ ഈ മദ്യം കൊടുക്കുന്നിടത്ത് മറ്റു മയക്കുമരുന്നുകൾ ആ നിയന്ത്രണത്തോട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എന്താ എത്ര സംശയം? എൻ്റെ അപ്പൂപ്പനെ ഒരാഴ്ച കെട്ടിയിട്ടിട്ടായിരുന്നു ചികിത്സിച്ചിരുന്നത് കറുപ്പിനകത്തുനിന്ന് മോചിപ്പിക്കാൻ. എൻ്റെ അപ്പൂപ്പനല്ലേ, എന്താ അയാളെ നല്ല ആളായിരിക്കണമല്ലോ. സകല ആയുർവേദ മരുന്നിനകത്തൂടെ വിപ്ലവാരിഷ്ടം കൊടുക്കുന്നതും അത് കഴിഞ്ഞിട്ട് കഞ്ചാവ് ഗുളം, പഞ്ചാരകുളം, പഞ്ചാബുകളല്ല പഞ്ചാരകുളം, അത് കഴിഞ്ഞിട്ട് കറുപ്പ് കൊടുക്കാത്ത സകല കുഞ്ഞുങ്ങളുടെയും വായിൽ കറുപ്പ് തേക്കുമായിരുന്നു കരയാതിരിക്കാൻ. ഇതൊക്കെ ആരോട് പറയാണ്? കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലിക്ക് പോകുമ്പം അത് കിടന്ന് കരഞ്ഞാൽ പണിയെടുക്കാനൊക്കത്തില്ല. അവർക്ക് മുഴുവൻ വായി തേച്ച് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു ഈ ഇരുന്ന മുഴുവൻ ആൾക്കാർ. ഇന്ന് നമ്മൾ കൃഷിയും അതിനപ്പുറത്ത് ഈ കുഞ്ഞിനെ നോക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വായി തേക്കാതായത്. ഇതൊന്നും പറയാതെ ഇപ്പം കുറച്ച് പിള്ളേർ മാത്രം ചെയ്യുന്ന പണിയായിട്ട് ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പടം എടുക്കുക. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള പടങ്ങൾ എടുത്തായിരുന്നു ഇതുപോലെ തന്നെ എടുക്കുന്നത്. അന്ന് സിഗരറ്റ് വലിക്കുന്നതിൻ്റെ അകത്തായിരുന്നു എല്ലാവരുടെയും കൗതുകം. രഹസ്യമായിട്ട് സിഗരറ്റ് വലിക്കാതെ ഇരുന്ന നിങ്ങൾ ആരെങ്കിലും പറയാം ഒരു തവണയെങ്കിലും സിഗരറ്റ് വലിക്കാത്ത പേടിത്തൊണ്ട, പുരുഷന്മാരാണെങ്കിൽ പേടിത്തൊണ്ടനായതുകൊണ്ട് മാത്രമായിരിക്കും. സ്ത്രീകൾ പിന്നെ അനുവദിക്കാത്തതുകൊണ്ടാണ്, അതെനിക്കറിയാം. പക്ഷേ വലിക്കാൻ ഒരു ഇത് കിട്ടിയാൽ കണിശമായിട്ടും പരിശോധിച്ച് നോക്കുന്ന മനുഷ്യർ തന്നെ നമ്മളെല്ലാവരും. അത് ശീലമാക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരേ ചെയ്യുള്ളൂ. അത് നമ്മളാണ് അറിയേണ്ടത്. ആ നിലവാരത്തിലുള്ള നിയന്ത്രണത്തിൻ്റെ യുക്തികൾക്കകത്ത് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. ഒരു സമൂഹം നടത്തിക്കൊണ്ടു പോകുന്നതിനും ആളുകളെ ഉത്തരവാദിത്തപ്പെട്ടവരാക്കി മാറ്റുന്നതിനും മറ്റുള്ളവരുടെ കാഴ്ചയിലും നോട്ടത്തിൽ മാത്രം മര്യാദയ്ക്ക് പെരുമാറുന്നവരെയാണ് പകൽമാന്യന്മാരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരമാവധി